ഇപ്പൊ ഈ പശുവിന് നമ്മൾ 30 ലിറ്റർ കിട്ടും, ഈ അകിട് കണ്ടിട്ട് 30 ലിറ്റർ കിട്ടും, 25 കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. 15 ലിറ്റർ 2 നേരം കൂടി പാലാട്ടാ ഞാൻ പറയുന്നത്. 15 ലിറ്റർ പാല് തൊട്ട് അതിലിനി കൂടാ 15 ലിറ്റർ പാല് ഇതിന് കിട്ടും 2 നേരം കൂടി. കാരണം പറഞ്ഞ പോലെ കിട്ടണം. പറഞ്ഞ പോലെ കുറവ് കൂടുതൽ ഇട്ടിക്കോട്ടെ. കുഴപ്പമില്ല. അതെ, കുറവ് കണ്ട് കൂടുതൽ ഇട്ടിക്കോട്ടെ. അതെ അതെ. ഇത് HF ക്രോസ് ആണ്, രണ്ടാമത്തെ പ്രസവമാണ്. ഇതിപ്പോ പ്രസവിക്കും ചിലപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിലാവും. ഒരു മീഡിയം പശു. മീഡിയം പശു, വലിയ പശു ഒന്നുമല്ല, ഒരു ഇടത്തരം പശു. ഹലോ ഫ്രണ്ട്സ്, ഫാം ഹൗസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ചിറ്റൂരുള്ള സതീഷ് ചേട്ടന്റെ ഒരു വീഡിയോ ആണ്. ഇദ്ദേഹം ഏറെ കാലമായി കർഷകരിലേക്ക് നല്ല ഇനം പശുക്കളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ പൊട്ടനവധി പശുക്കൾ വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അതിന്റെ വില നിലവാരം എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റു കർഷകരിലേക്ക് കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സതീഷേട്ടാ, ഇതെന്താണ്? ഫുൾ മോഴ പശുക്കളാണല്ലോ. ഫുള്ള് മോഴ പശുക്കളാണ്. ഇത് പ്രായക്കുറവുള്ള 2 പല്ല് 4 പല്ലുള്ള കിടാരികളാണ്. ഇങ്ങനത്തെ പാല് കൂടുതലുള്ള ആവശ്യമുള്ള പശുക്കൾക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ കേരളത്തിലാണോ തമിഴ്നാടാണോ? ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ്, നമ്മുടെ പാലക്കാട് തന്നെ ഉണ്ട്. പാലക്കാട് തന്നെ ഉണ്ട് അല്ലേ? ഇതൊക്കെ നല്ല ബ്രീഡ് കൂടിയ നല്ല വൈറ്റ് കൂടിയ പശുക്കളാണ്. നല്ല പാല് കിട്ടും. രണ്ടാമത്തെ പ്രസവമാണിത്. ഓക്കെ. പിന്നെ നല്ല ബോഡി വെയിറ്റ്, നല്ല ആരോഗ്യമുള്ള പശുവാണ്. ഇതും അതുപോലെ തന്നെ ഓൾ ബ്ലാക്ക് ആണ്. ആദ്യത്തെ പ്രസവമാണ്. അതുപോലെ തന്നെ ഇതും നല്ല പാല് കൂടുതലുള്ള പശുവാണ്. അതുപോലെ തന്നെ കൃഷ്ണഗിരി മോഴയല്ലോ, നമ്മുടെ മോഴ പശുക്കളാണ്. ഓക്കെ. ഇത് ജേഴ്സി പശുവാണ്. ഇത് വന്നിട്ട് ഒരു ചെറു പാർട്ടികൾക്ക് ചെറിയ കസ്റ്റമർ ഉണ്ട്. അതായത് ഒരു 15 ലിറ്റർ പാല് ഒക്കെ വേണമെന്ന് പറയുന്നത് 2 നേരം. നമ്മുടെ അവിടുത്തെ കറവാന്ന് പറഞ്ഞത് ഒരു കാര്യം കൂടി ഞാൻ വീഡിയോയിൽ ഞാൻ പറയും, എല്ലാവരും പറയും 20 ലിറ്റർ 15 ലിറ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ 2 നേരത്തെ പാലാണ്. അതെ. അതെന്തായാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 2 നേരത്തെ കറവയല്ലേ വരുന്നത്, അവർ 1 നേരത്തെ കറവയാണ് കണക്കാക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് 2 നേരത്തെ കറവ് പറയും. കാരണം ഇവിടെ വന്നിട്ട് 6 ആണ് കറവ്. നമ്മൾ എടുക്കുന്ന ഭാഗങ്ങളിലും നമ്മുടെ ബോർഡറിലും എല്ലാവരെയും 6 കറവ്. ഓക്കെ. രാവിലെ 10 ലിറ്റർ പാല് വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് 9 ലിറ്റർ പാല് കിട്ടും. 8 ലിറ്റർ പാല് കിട്ടും. അപ്പൊ നമുക്ക് ഇത് 2 നേരം കൂടി ഒരു 15 ലിറ്റർ കിട്ടുന്ന ഒരു പശുവാണ് അല്ലേ? 15 ലിറ്റർ ചിലപ്പോൾ 1-2 കുറവാണെങ്കിലും 15 ലിറ്റർ 13. പക്ഷെ വേറൊരു കാര്യം, ഇതിന് വളരെ വയസ്സ് കുറവായ പോലെ തോന്നുന്നുണ്ടല്ലോ. 2 പല്ലുള്ള പശുവാണ്. ആദ്യത്തെ കടിഞ്ഞൂല് പശുവാണ് അല്ലേ? അപ്പൊ ഇതുപോലുള്ള പശുക്കളെ, അതായത് വീടുകളിലേക്ക് നിർത്താൻ പറ്റിയിട്ടുള്ള 2 പല്ല് കിടാരി ഇങ്ങനത്തെ പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. എത്ര രൂപ ഏകദേശം റേഞ്ച് വരും? പശുക്കളുണ്ട്. 55, 60, 65, 70 അങ്ങനെ പല രീതിയിലുള്ള പശുക്കൾ. പ്രസവിച്ചതും ചെനയും ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും ഉണ്ട് അല്ലേ? ഇതെന്താണ് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ജേഴ്സിയില് മോഴ പശുവാണ് അല്ലേ? നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പശുവാണ്. ഒരു ഇടത്തരം പശു, വലിയ പശു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഉള്ളത് നല്ല വൃത്തിയുള്ള പശു. ഇപ്പൊ ഈ പശുവിന് നമ്മൾ 30 ലിറ്റർ കിട്ടും, ഈ അകിട് കണ്ടിട്ട് 30 ലിറ്റർ കിട്ടും, 25 കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. 15 ലിറ്റർ 2 നേരം കൂടി പാലാട്ടാ ഞാൻ പറയുന്നത്. 15 ലിറ്റർ പാല് തൊട്ട് അതിലിനി കൂടാ 15 ലിറ്റർ പാല് ഇതിന് കിട്ടും 2 നേരം കൂടി. കാരണം പറഞ്ഞ പോലെ കിട്ടണം. പറഞ്ഞ പോലെ കുറവ് കൂടുതൽ ഇട്ടിക്കോട്ടെ. അതെ, കുറവ് കണ്ട് കൂടുതൽ ഇട്ടിക്കോട്ടെ. പക്ഷെ കൂടുതൽ ഞാൻ വെറുതെ 30 ലിറ്റർ എന്ന് പറഞ്ഞ കാര്യമില്ല. അതിനുള്ള ഇത്ര അകിട് കാണിച്ച് 30 ഒന്നും വരില്ല. അത് അതിനുള്ള കറക്കും. ഈ പറഞ്ഞ പാല് കിട്ടും. ഈ 60,000 രൂപയ്ക്ക് ഈ പശു നിങ്ങൾക്ക് ഒരു 15 ലിറ്ററിന്റെ മുകളിൽ കിട്ടും. നമ്മൾ പറയുന്നത് 15 ലിറ്റർ. മൂന്നാമത്തെ പ്രസവം അല്ലേ? അല്ല, അതിപ്പോ നമ്മളിപ്പോ സ്കീമുകാർക്ക് എടുക്കുമ്പോ ഇങ്ങനത്തെ മീഡിയം പശുക്കളെ എടുക്കുക. അപ്പൊ സ്കീമുകാർക്ക് പറ്റിയിട്ടുള്ള ഇതുപോലത്തെ പശുക്കൾ, ഇപ്പൊ ഈ ജേഴ്സി അങ്ങനെ ചെറിയ ജേഴ്സികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പശുക്കളൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കലുണ്ട്. ഇതിപ്പോ പ്രായം കൂടുതലാണ്, പക്ഷെ നല്ല ആരോഗ്യമുള്ള പശുവാണ്. പാലും കിട്ടും. നല്ല മടിയാകുമ്പോണ്. അപ്പൊ ഇതിന് ഒരു നമ്മൾ വില പറയുകയാണെങ്കിൽ അവർക്ക് വിലയൊക്കെ പറയും. നമ്മളൊരു 65-70 രൂപയുടെ ഉള്ളിലൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏകദേശം നമുക്കൊരു 10-20 ലിറ്ററിന്റെ ഉള്ളിൽ പാല് കിട്ടില്ലേ? 10-20 ലിറ്ററിന്റെ ഉള്ളിൽ പാല് കിട്ടും. 20 താഴെ കിട്ടുള്ളൂ, മുകളിലൊന്നും കിട്ടില്ല. ഓക്കെ. നമുക്കൊരു വയസ്സായതുകൊണ്ട് അല്ലേ, ഒരു പ്രായമായതുകൊണ്ട് 3 ചിലപ്പോൾ 4 ആയതുകൊണ്ട് വില കുറയും. നമുക്ക് അടിഞ്ഞൂലോ രണ്ടാമത്തെ അങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട്. കുറച്ച് 4ാം പ്രസവമായാലും കുഴപ്പമില്ല, പാല് അങ്ങനത്തെ വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ എടുത്തു കൊടുക്കും. ഒരു മാന്യമായ വിലക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുത്തു കൊടുക്കാൻ പറ്റും. ഇത് HF ക്രോസ് ആണ്, രണ്ടാമത്തെ പ്രസവമാണ്. ഇതിപ്പോ പ്രസവിക്കും ചിലപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിലാവും. ഒരു മീഡിയം പശു, വലിയ പശു ഒന്നുമല്ല, ഒരു ഇടത്തരം പശു. ഒരു 10-18 ലിറ്റർ പാല് കിട്ടും. ഒരു 18 ലിറ്റർ കണക്കാക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പശുക്കളൊക്കെ, ഈ പശുവിനുള്ള ഞാൻ വിലയല്ല പറയണത്, ഇങ്ങനെയുള്ള പശുക്കൾക്ക് നമുക്ക് എത്ര രൂപ? ഇതുപോലെയുള്ള പശുക്കൾ നമ്മളിപ്പോ ഒരു 60 രൂപ റേഞ്ചിലൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ?
ഇപ്പൊ കുറെ ആയില്ല നമ്മുടെ വീഡിയോ അതെ കുറെ ആയി, കുറെ ഇത് അങ്ങോട്ട് ഓട്ടവും ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് പോയതാണ്. ശരി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട്, ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നമ്മുടെ വീടുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടിന്റെ അവിടെ തൊട്ട് ഇതിപ്പോ തമിഴ്നാട് എത്തി. വീട് എവിടെയാണ്? പാലത്തുള്ളി പെരുമ്പല്. അപ്പൊ അവിടെ ഒരുപാട് ചെറിയ ചെറിയ പശുക്കൾ, ചെറിയ ഫാമുകളുണ്ട്, ചെറിയ കെട്ടിത്തറകളുണ്ട്. അവിടെ നിന്നൊക്കെ കാണിക്കും. നേരെ പാലക്കാട് നമ്മുടെ ബോർഡറിലുണ്ട്. ബോർഡർ കഴിഞ്ഞിട്ട് ഇതപ്പോ തമിഴ്നാട് വരും. തമിഴ്നാട്ടിൽ നിന്ന് കാണിച്ചു. എത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ മുതലാണ് സതീഷിന്റെ? 2 നേരം തൊട്ട് ഒരു 15 ലിറ്റർ തൊട്ട്, 2 നേരം 10 ലിറ്റർ തൊട്ട് 15, 20, 25 വരെക്കുള്ള പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് 2 നേരത്തെ പാലാണ് ഞാൻ പറയുന്നത്, ഒരു നേരത്തെ അല്ല. ഇവിടെ 2 നേരം, പാലക്കാട് 2 നേരത്തെ കണക്കാണ്. 2 നേരത്തെ കണക്കാണ് നമ്മൾ ഒരു നേരം പറയുന്നത്. ശരി ശരി. ഇപ്പൊ വിലകൾ നമുക്ക് എത്ര രൂപ മുതലാണ്? ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ നല്ല പശു എടുക്കണമെങ്കിൽ ഒരു 55 രൂപ തൊട്ട് 60, 65, 1 ലക്ഷം വരെക്കുള്ള പശുക്കളുണ്ട്. അത് ഓരോ ബ്രീഡും ക്വാളിറ്റിയും വലിയ പശുക്കൾ. ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വലിയ മോഴ പശുക്കളൊക്കെ വരുന്നതും അങ്ങനത്തെ നല്ല സൈസുള്ള കൃഷ്ണഗിരി മോഴ അങ്ങനെയൊക്കെ വരുന്നതിന് 80, 75, 80, 90 വേണ്ട പല രീതിക്കുള്ളതും. അതൊക്കെ നമ്മുടെ ഇവിടെ ഫാമിലി കുറച്ചു കാലം നിർത്താൻ പറ്റിയ കുറച്ചു കാലം പറഞ്ഞാൽ ഇവിടെ നിന്ന് ചെറുത് അവർ കൊണ്ടുവന്ന് കുട്ടിയിൽ കൊണ്ടുവന്നിട്ട് വളർത്തിയിട്ട് പശു ചെനപ്പിടിച്ചിട്ട് ഇവിടെ നിന്ന് വളർന്ന കുട്ടികളാണ്. അവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് വളർത്തിയിട്ട് അവർ കൊണ്ടുവരുന്നതാണ്. 7 മാസം 6 മാസം ചെനപ്പശുക്കളെ കൊണ്ടുവന്നിട്ട് അകിടിറക്കുമ്പോൾ കൊടുക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൾക്ക് അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റ്. സ്കീമുകാർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല പശുക്കൾ, സ്കീമിലേക്ക് വേണ്ട പശുക്കൾ വേണമെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ പേപ്പർ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട്. ഡെലിവറി സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വണ്ടികളുണ്ട്. അപ്പൊ അവിടെ പാലക്കാടും ഉണ്ട്, തമിഴ്നാടും ഉണ്ട്. അപ്പൊ ഏത് രീതിക്കുള്ള വണ്ടി വേണോ ആ രീതിക്ക് നമ്മൾ എടുത്ത് ചെയ്തു കൊടുക്കും. താഴെ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഏത് ഭാഗത്തേക്ക് വരണം, എവിടെ വരണം എന്നുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിക്കാണ് വരുന്നത്, വണ്ടിയിലാണ് വരുന്നത്, ബസ്സിനാണ് വരുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ഞാൻ വിളിച്ചിട്ട് പോകും. സതീഷിന്റെ വീട് ശരിക്കും പാലത്തുള്ളി, പാലക്കാട് നിന്ന് 12 കിലോമീറ്റർ അവിടെയാണ് എന്റെ വീട്. ഫാമുകൾ വേറെ സ്ഥലങ്ങളിലാണ്. ഫാമുകൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് ഫാമുകളുണ്ട്, അത് കാണിക്കും. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. നമ്മൾ എല്ലാവരുടെയും ഒരു ഭാഗത്തുനിന്ന് കാണിച്ചിട്ട് എടുക്കാൻ പറയില്ല, ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുള്ളൂ. ഒരുപാട് പശുക്കളെ കാണിച്ചു കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് എടുക്കും. എല്ലാതരം സൗകര്യങ്ങളും നമ്മൾ എല്ലാം റെഡി ആക്കും. ശരി. അപ്പൊ പശു സംബന്ധിച്ചിട്ടുള്ള എല്ലാതരം നമ്മുടെ കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാതെ നമ്മുടെ ആളുകൾ ഞാൻ ചെയ്തു. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ സതീഷിനെ വിളിച്ചാൽ മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇവരുടെ അടുത്ത് പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാതരം വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്.